ഹായ്, നമസ്കാരം. തുടരും അങ്ങനെ 100 കോടി ക്ലബിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ സോങ്സ് ഒക്കെ ഇപ്പം യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമാക്കാരുടെ പുറകിൽ പോലീസ് പോകുന്നത് നമ്മൾ കണ്ട്. അതിൽ വേടൻ ഇപ്പം ജാമ്യം കിട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാതെ പറ്റിയത് തെറ്റാണെന്നുള്ള തരത്തിലുള്ളൊരു പ്രതികരണം വേടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ മെയ് മാസം ആദ്യ ആഴ്ചത്തെ റിലീസുകളൊക്കെ ഒന്ന് നോക്കിയാൽ മലയാളത്തിൽ നിന്നും പ്രധാനമായിട്ട് വരാനിരിക്കുന്നത് ലവ്ലി എന്ന് പറയുന്ന ഒരു പടം റിലീസാവുന്നുണ്ട്. നമ്മുടെ മാത്യു തോമസ് ആണ് അതിൽ പ്രധാന താരമായിട്ട് എത്തുന്നത്. സംവിധാനം ദിലീഷ് നായർ. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഠമാർ പടാറൊക്കെ സംവിധാനം ചെയ്തത് ദിലീഷ് നായരാണ്. അതുപോലെ ഇടുക്കി ഗോൾഡ്, ഡാ തടിയ എന്ന പടങ്ങളൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ദിലീഷ് നായരായിരുന്നു. അപ്പം ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. പക്ഷേ ചെറിയ പ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ ടെക്നിക്കലി നല്ല ക്വാളിറ്റിയിലൂടെ ആണെന്ന് തോന്നുന്നു പടം എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പം അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ മെയ് 3-ന് ആസിഫ് അലി, ജഗദീഷൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന പടം റിലീസാവുന്നുണ്ട്. അതൊരു പുരുഷപക്ഷത്ത് നിന്ന് കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് മെയ് 3-ന് റിലീസാകുന്നുണ്ട്. പിന്നെ മെയ് 8-ാം സുമതി വളവ്, സർക്കിട്ട് എന്ന 2 സിനിമകൾ റിലീസാവുന്നുണ്ട്. അതിൽ സുമതി വളവ് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കേട്ടിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളതും പേടിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. അപ്പോൾ അതൊക്കെ സിനിമയിൽ എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടറിയണം. പിന്നെ സർക്കിട്ട് ആസിഫ് അലി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പിന്നെ തമിഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സൂര്യയുടെ ഒരു കംബാക്കിന് വേണ്ടിയിട്ടാണ്. അപ്പം കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന റെട്രോ മെയ് 1-ന് റിലീസാവുന്നുണ്ട്. സന്തോഷ് നാരായണനാണ് മ്യൂസിക്. പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു ചെറിയ പടം കൂടി 1-ാം തീയതി റിലീസാവുന്നുണ്ട് തമിഴിൽ നിന്ന്. അതിൽ നമ്മുടെ ശശികുമാർ, സിമ്രനൊക്കെ പ്രധാന വേഷങ്ങളിലെത്തുന്നതാണ് ടൂറിസ്റ്റ് ഫാമിലി. പിന്നെ ബോളിവുഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ നവാസുദ്ദീൻ സിദ്ദിഖി പ്രധാന വേഷത്തിലെത്തുന്ന കോസ്റ്റാവോ എന്ന് പറയുന്നൊരു പടം വരുന്നുണ്ട്. അത് മെയ് ആദ്യവാരം തന്നെ റിലീസ് കാണും. അതേപോലെ അജയ് ദേവ്ഗണിൻ്റെ റെയ്ഡ് 2, ഇതൊക്കെയാണ് ബോളിവുഡിൽ നിന്നുമുള്ള പ്രധാന റിലീസുകൾ. പിന്നെ ഹോളിവുഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കനിങ് അതിനായിരിക്കും. അപ്പോൾ അതും പിന്നെ നമ്മുടെ കരാട്ടെ കിഡ്സ് ലെജൻസ് എന്ന് പറയുന്നൊരു മൂവി, അത് നമ്മുടെ കരാട്ടെ കിഡ്സ് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി വരുന്നൊരു പടമാണ്. അതിൻ്റെ ഒരു സീക്വലായിട്ടൊരു പടം വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മെയ് അവസാനത്തോടു കൂടിയായിരിക്കും റിലീസ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ബ്രൊമാൻസ്, വടക്കൻ, ED എക്സ്ട്രാ ഡീസൻറ്റ് നമ്മുടെ സുരാജിൻ്റെയൊക്കെ എന്നീ പടങ്ങൾ റിലീസായിട്ടുണ്ട്. പിന്നെ എമ്പുരാൻ ഇതിന് മുന്നേ റിലീസായത് OTT ഓൾറെഡി റിലീസായിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് മലയാളത്തിൽ നിന്ന്. തമിഴിൽ നിന്ന് വിക്രത്തിൻ്റെ ധീര ധീര സൂര, അതും റിലീസായിട്ടുണ്ട്. ഇതുകൂടാതെ വേറെയും പടങ്ങൾ വരാനുണ്ട്. ഏതായാലും മെയ് ആദ്യ വാരത്തിലേക്ക് റിലീസ് ഇത്രത്തോളം ആയിരിക്കും. ഇതുപോലുള്ള മൂവി റിവ്യൂസിന്, അപ്ഡേറ്റ്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.